നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത അതോറിറ്റി പുതുക്കാട് മേൽപ്പാലം നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് വേണ്ടത്ര മുൻകരുതലുകളോ കൃത്യമായ ആസൂത്രണമോ ഇല്ലാതെയാണെന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായും ഭരണസമിതി കുറ്റപ്പെടുത്തി. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പില്ലാതെ നിലവിലുള്ള സർവീസ് റോഡ് അടച്ചത് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തുള്ളവർ എന്നിവരുമായി അധികൃതർ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മേൽപ്പാലത്തിന് ഇരുവശത്തുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള വഴികൾ അടഞ്ഞുപോകുമെന്ന ആശങ്ക ശക്തമാണ്. പദ്ധതിയുടെ ഫൈനൽ ഡിസൈൻ പരസ്യപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ഗുണകരമാകില്ലെന്നും കൃത്യമായ ഡിസൈൻ ലഭ്യമാക്കിയാൽ മാത്രമേ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയൂ എന്നും ഭരണസമിതി വ്യക്തമാക്കി. പരാതികൾ നേരിട്ട് ചർച്ച ചെയ്യുന്നതിനായി ദേശീയപാത അതോറിറ്റി അധികൃതരുമായി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കാനും ആലോചനയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബുവും വൈസ് പ്രസിഡന്റ് KK ജോജുവും അറിയിച്ചു. പാലപ്പിള്ളിയിൽ വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയതിനെ തുടർന്ന് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. ചക്കിപ്പറമ്പ് മലമ്പതി ഉന്നതി പ്രദേശത്ത് 10 ദിവസം മുൻപാണ് കൂട് വെച്ചത്. പുലിയെ നിരീക്ഷിക്കാൻ 5 ട്രാപ്പ് ക്യാമറകളും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ കുണ്ടായി ചക്കിപ്പറമ്പ് മേഖലയിൽ 2 പശുക്കളെയും 3 വളർത്തുനായ്ക്കളെയും പുലി പിടിച്ചിരുന്നതായി വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു. പക്ഷേ ഇതിലും കൂടുതൽ വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാടിനോട് ചേർന്ന ഈ പ്രദേശത്ത് ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും താമസിക്കുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടെ പുലി ഇറങ്ങുന്നത് ഭീതിജനകമാണെന്നും തോട്ടം തൊഴിലാളികൾ പറയുന്നു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച വനംവകുപ്പിന്റെ നടപടി ആശ്വാസകരമാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. കേരളത്തിന്റെ 29ാം സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല 5 പുതിയ വിളയിനങ്ങൾ പുറത്തിറക്കി. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യവും ഉയർന്ന വിളവ് നൽകുന്നതുമായ KU തേജസ്വിനി, KU മേധ, KU സൗഗന്ധിക, KU കൊച്ചിൻ ഡൈപ്പട്ട്, KU ഗോൾഡൻ ഫിംഗർ എന്നീ ഇനങ്ങളാണ് പുറത്തിറക്കിയത്. KU തേജസ്വിനി മുളകിനം വെള്ളായണി കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ S ശാരദയും, KU മേധ ഭ്രമിയും, KU സൗഗന്ധിക രാമച്ചവും, ഓടക്കാലെ സുഗന്ധവിള ഔഷധ സസ്യ ഗവേഷണ കേന്ദ്ര മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആൻസി ജോസഫും, KU കൊച്ചിൻ ഡൈപ്പഡ് ഇഞ്ചിയും, KU ഗോൾഡൻ ഫിംഗർ മഞ്ഞളും വെള്ളാനിക്കര കാർഷിക കോളേജിലെ പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് സ്പൈസസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ നായർ സുനിൽ അപ്പുക്കുട്ടനുമാണ് വികസിപ്പിച്ചത്. രോഗപ്രതിരോധ ശേഷി, ഉയർന്ന ഉൽപാദനക്ഷമത, മികച്ച ഗുണമേന്മ, വിപണി സ്വീകാര്യത എന്നിവയാണ് പുതിയ ഇനങ്ങളുടെ പ്രധാന സവിശേഷതകൾ. 2026 ജൂണിൽ കാർഷികോൽപാദന കമ്മീഷണറും കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ടിങ്കു ബിസ്വാൾ അധ്യക്ഷനായ 29ാം സീഡ് സബ് കമ്മിറ്റിയാണ് പുതിയ ഇനങ്ങൾക്ക് അംഗീകാരം നൽകിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. 1,05,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 45 രൂപയാണ് കുറഞ്ഞത്. 13,230 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ആക്കം കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തുടർന്ന് എണ്ണവില കുതിച്ചുയർന്നതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണവിലയിൽ പ്രതിഫലിച്ചത്. എണ്ണവില വർധന വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടാൻ തയ്യാറായേക്കുമെന്ന റിപ്പോർട്ടുകളും സ്വർണ്ണവിലയെ സ്വാധീനിച്ചു. പലിശ നിരക്ക് കൂട്ടുന്നത് സ്വർണത്തിന്റെ ആകർഷണം കുറയാൻ ഇടയാക്കും. ഇതിനു പുറമെ ഡോളർ ശക്തിയാർജിക്കുന്നതും സ്വർണത്തെ ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്.
കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,230 രൂപയും പവന് 1,05,840 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര മുത്രത്തിക്കര പരേതനായ കണ്ടേടത്ത് തങ്കപ്പ പണിക്കർ ഭാര്യ ആമ്പക്കാട്ട് കാർത്യാനിയമ്മ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ശശികുമാർ, രാമദാസ്, ബേബി എന്നിവർ മക്കളും രാജി, ശാന്തി, പരേതനായ രവീന്ദ്രനാഥ് എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.